വേതാളം പറഞ്ഞ അടുത്ത കഥയാണ് രാജാവിൻ്റെ ഭൃത്യൻ. വേതാളത്തിനെ മുരിക്കുമരത്തിൽ നിന്ന് വേർപെടുത്തി തൻ്റെ തോളിലിട്ട് വിക്രമാദിത്യൻ വഴി നടന്നപ്പോൾ വേതാളം തൻ്റെ കഥയുടെ ഭാണ്ഡമഴിച്ചു. സാഗരകേതു എന്ന രാജാവിന് നയനൻ എന്നു പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. രാജാവിൻ്റെ ഏറെ വിശ്വസ്തനായിരുന്നു നയനൻ. ഒരു നാൾ സാഗരകേതുവും കൂട്ടരും നായാട്ടിന് പോവുകയായിരുന്നു. വനത്തിൻ്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ അതിഭയങ്കരമായൊരു അലർച്ച കേട്ടു. അതോടെ കുതിരയുടെ സമനില തെറ്റി. രാജാവിനെയും കൊണ്ട് കുതിര അതിവേഗം പാഞ്ഞു. പരിഭ്രാന്തരായ മന്ത്രി ഉൾപ്പെടെയുള്ള മറ്റാളുകൾ രാജാവിന് പിന്നാലെ വെച്ചു പിടിച്ചു. കുതിര കാടിൻ്റെ ഉള്ളിലേക്കാണ് ഓടിയത്. എത്ര ശ്രമിച്ചിട്ടും അതിനെ നിയന്ത്രിക്കാൻ രാജാവിന് സാധിച്ചില്ല. മരങ്ങളും വള്ളികളും ഇഴപിണഞ്ഞു കിടന്ന ഒരു ഗുഹാമുഖത്തിൻ്റെ മുന്നിലെത്തി കുതിര പെട്ടെന്ന് നിന്നു. അടുത്ത ക്ഷണം ആ അലർച്ച വീണ്ടും കേട്ടു. അതോടെ കുതിര രാജാവിനെ താഴെയിട്ട് നിലത്ത് കിടന്ന് പിടയാൻ തുടങ്ങി. ഗുഹയിലെ ഇരുട്ടിൽ നിന്ന് ഒരു ഭീകരജീവി പുറത്തേക്ക് തല നീട്ടി. ആനയേക്കാൾ വലിപ്പമുള്ള, സിംഹത്തേക്കാൾ കരുത്തുള്ള മൃഗവ്യാളി എന്ന ജീവിയായിരുന്നു അത്. ശരഭം എന്ന മറ്റൊരു പേരുമുണ്ട് ആ ജീവിക്ക്. കാട്ടിലെ മറ്റ് ജീവികളൊന്നും അതിൻ്റെ മുന്നിൽ നിൽക്കില്ല, അത്ര ഭയങ്കര രൂപം. ശരഭത്തെ കണ്ട് ഭയന്ന് മന്ത്രിയും ഭടന്മാരും ജീവനും കൊണ്ടോടി. വാളും ഉയർത്തി നിന്ന രാജാവിന് നേരെ നോക്കി ആ ജീവി ഉറക്കെ അലറി. തൻ്റെ കഥ കഴിഞ്ഞതായി രാജാവ് കണക്ക് കൂട്ടി. പക്ഷെ അടുത്ത ക്ഷണം ആ ഭീകര ജന്തുവിൻ്റെ മേൽ എവിടെ നിന്നോ ഒരു അമ്പ് വന്ന് തറച്ചു. തുടർന്ന് തുരുതുര അമ്പുകൾ. അതോടെ വലിയൊരു ശബ്ദത്തോടെ ആ മൃഗം പിന്നോട്ട് മറിഞ്ഞു വീണു. കയ്യിൽ അമ്പും വില്ലുമായി തൻ്റെ പിന്നിൽ നിന്ന് നയനനെ കണ്ട് രാജാവ് ആശ്ചര്യം കൂറി. മറ്റെല്ലാവരും ഉപേക്ഷിച്ചു പോയപ്പോഴും തൻ്റെ രക്ഷയ്ക്കായി വില്ലേന്തിയ ആ ഭൃത്യനെ രാജാവ് മനസ്സാ വന്ദിച്ചു. തിരിച്ച് കൊട്ടാരത്തിലെത്തിയതിനു ശേഷം നയനന് രാജാവ് വിശേഷപ്പെട്ട സമ്മാനങ്ങൾ നൽകി. അങ്ങനെയിരിക്കെ ദൂരദേശത്തൊരിടത്തെ രാജകുമാരിയെ പാണിഗ്രഹണം ചെയ്യാൻ രാജാവിന് ആഗ്രഹം തോന്നി. നയനനെയാണ് ദൂതുമായി അദ്ദേഹം അയച്ചത്. നയനൻ രാജാവിൻ്റെ സന്ദേശവുമായി പുറപ്പെട്ടു. മാർഗമധ്യേ സമുദ്രം കടക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് കൊടുങ്കാറ്റിൽ കപ്പൽ തകർന്നു. നയനൻ മാത്രം ഒരു ചങ്ങാടത്തിൽ പിടിച്ച് കരയ്ക്കണഞ്ഞു. കരയിലെത്തി കുറേ ദൂരം നടന്നപ്പോൾ ഒരു താമരപ്പൊയ്ക കണ്ടു. അതിൽ കുറേ സുന്ദരികൾ കുളിച്ച് രസിക്കുകയായിരുന്നു. അതിലൊരാളെ നയനന് വലിയ ഇഷ്ടമായി. അയാൾ ആ സുന്ദരിയോട് പ്രേമാഭ്യർത്ഥന നടത്തി. ആവട്ടെ, നിങ്ങൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ്, അടുത്തുള്ള കിണറ്റിലിറങ്ങി കുളിച്ചു വരൂ, അവൾ പറഞ്ഞു. നയനൻ ആ കിണർ കണ്ടുപിടിച്ചു. വലിയ ആഴമുള്ള, താഴേക്ക് പടികൾ കെട്ടിയിറക്കിയ കിണറായിരുന്നു അത്. അയാൾ ആ പടികളിലൂടെ താഴേക്കിറങ്ങി. കുറേ ആഴത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ പടികൾ കാണാതായി. ആ ഇരുട്ടിൽ വശങ്ങളിൽ പിടിച്ച് അയാൾ താഴേക്കിറങ്ങി. നടന്ന് ചെന്നപ്പോൾ അകലെ ഒരു ഗുഹാവെളിച്ചം കണ്ട് നയനൻ അതിലൂടെ പുറത്തിറങ്ങി. അയാൾ കണ്ണുമിഴിച്ചു നിന്നു. അയാൾ എത്തിയത് അയാളുടെ നാട്ടിൽ തന്നെയായിരുന്നു. നാട്ടിലേക്ക് എളുപ്പം വന്നു ചേരാനുള്ള ഒരു കുറുക്കു വഴി താൻ കണ്ടെത്തിയത് അയാൾക്ക് വലിയ സന്തോഷം തോന്നി. വേഗം അയാൾ കൊട്ടാരത്തിലെത്തി. രാജാവിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. സമയം കളയാതെ രാജാവും അയാളോടൊപ്പം തിരിച്ചു. അതേ ഗുഹയിലൂടെ നടന്ന് അവർ എത്തിയത് ആ കിണറിൻ്റെ മുകളിലേക്കുള്ള പടികളിലായിരുന്നു. അവർ ഇരുവരും കിണറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മുൻപ് കണ്ട സുന്ദരി കുളി കഴിഞ്ഞ് മുടി കോതുകയായിരുന്നു. രാജാവിനും അവളെ ഇഷ്ടമായി. രാജാവിനെ കണ്ടതോടെ അവൾക്ക് അദ്ദേഹത്തോട് അനുരാഗം തോന്നി. തനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അവൾ രാജാവിനോട് പറഞ്ഞു. രാജാവാകട്ടെ അവളെ നിരുത്സാഹപ്പെടുത്തി. തൻ്റെ ഭൃത്യന് വിവാഹം ആലോചിക്കുന്നതിനാണ് താൻ വന്നതെന്നും അവൾക്കിഷ്ടമെങ്കിൽ നയനനെ വിവാഹം കഴിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും രാജാവ് പറഞ്ഞു. അവൾ അത് സമ്മതിച്ചു. അങ്ങനെ നയനൻ്റെ മോഹം സാധിക്കുകയും ചെയ്തു. കഥ നിർത്തി വേതാളം വിക്രമാദിത്യന് നേരെ നോക്കി. രാജാവിൻ്റെ ജീവൻ രക്ഷിച്ച നയനൻ്റെ പ്രവൃത്തിയോ നയനു വേണ്ടി തൻ്റെ ആഗ്രഹം ത്യജിച്ച് രാജാവിൻ്റെ പ്രവൃത്തിയോ കൂടുതൽ ശ്രേഷ്ഠം? വേതാളം ചോദിച്ചു. നയനൻ്റെ ജോലിയാണ് രാജാവിൻ്റെ സംരക്ഷണം. അതിന് അയാൾക്ക് പ്രതിഫലവും ലഭിക്കുന്നുണ്ട്.
എന്നാൽ തൻ്റെ ഭൃത്യനു വേണ്ടി സ്വന്തം ആഗ്രഹം ത്യജിച്ച രാജാവിൻ്റെ പ്രവർത്തനം നിസ്വാർത്ഥമാകുന്നു. അതിനാൽ സംശയമില്ല, രാജാവിൻ്റെ പ്രവൃത്തി തന്നെ ശ്രേഷ്ഠം. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു. ആ ക്ഷണം തോളിൽ ഭാരം ഒഴിഞ്ഞതായി വിക്രമാദിത്യന് തോന്നി. തോളിൽ കിടന്നിരുന്ന വേതാളം രക്ഷപ്പെട്ട് ഓടിയിരുന്നു. ഇനിയും വിക്രമാദിത്യൻ്റെ വിവേകപൂർവമായ ഉത്തരങ്ങൾ കേൾക്കാൻ അടുത്ത കഥകൾ മുടങ്ങാതെ കേൾക്കണേ.